ഹായ്, ഞാൻ ഇന്നിപ്പോൾ ഇവിടെ വെളിയിലിരിക്കുന്ന സമയത്തെ അമ്മമ്മ സിറ്റൗട്ട് ചെയ്യുന്നുണ്ട് ഒരു കാര്യം വെട്ടുന്നു കേട്ടോ. അപ്പോൾ അതെന്താണെന്ന് അറിയാത്തതുകൊണ്ട് ഞാൻ അടുത്ത് നിന്ന് നോക്കിയാൽ പറഞ്ഞ് ഇത് കൂവക്കിഴങ്ങാന്ന് പറഞ്ഞു. കൂവക്കിഴങ്ങ് എന്താണെന്നുള്ളത് ഞാൻ ആദ്യമായിട്ട് കാണുന്നതുകൊണ്ട് ഞാൻ വിചാരിച്ചു എന്തായാലും ഒരു വീഡിയോ എടുക്കാം. അപ്പം നിങ്ങൾക്ക് കൂടി അതിനെക്കുറിച്ച് കാര്യങ്ങളൊക്കെ പറഞ്ഞുതരാം. അപ്പോൾ അത് വേവിക്കാൻ വേണ്ടിയിട്ടാണ് അമ്മമ്മ അത് വെട്ടുന്നത്. അപ്പോൾ നമുക്കത് പോയി നോക്കാം. ഓക്കെ, പോകാം, നോക്കാം. അത് വെട്ടിക്കൊണ്ടിരിക്കുന്ന സമയത്താണ് ഞാൻ ചെന്നത്. അപ്പോൾ അത് പകുതിയോളം വെട്ടി കഴിഞ്ഞു കേട്ടോ. അപ്പം ബാക്കി എന്താണെന്നുള്ളത് നിങ്ങൾക്ക് കാണിച്ചു തരാം. അപ്പം നമുക്ക് അങ്ങോട്ട് പോവാം. ഞാൻ പറഞ്ഞില്ലേ വെട്ടിക്കൊണ്ടിരിക്കുമ്പോഴാണ് വന്നത്. പണ്ട് കുറച്ച് വെട്ടിയിട്ടുണ്ട്. അവിടെ വെട്ടിക്കൊണ്ടിരിക്കുകയാണ് അമ്മാമ്മയുടെ കേട്ടോ. അപ്പം അതിൻ്റെ കാണിച്ചു തരാം. അവിടെ ഇത്രയും വെട്ടിയിട്ടുണ്ട് കേട്ടോ. കണ്ടത് വെട്ടിയതാണ് ഇങ്ങനെ ഇങ്ങനെയാണ് ഇരിക്കുന്നത്. ഇത് ഞാൻ ആദ്യമായിട്ടാണ് കാണുന്നത്, അതുകൊണ്ടാണ് നിങ്ങൾക്ക് വീഡിയോയിൽ കാണിച്ചു തരാമെന്ന് വെച്ചത്. അപ്പം അതിൻ്റെ ഒരു വെട്ടാത്തത് കണ്ടതാണ്, വെട്ടാത്തതാണ്. അപ്പം അമ്മമ്മ ഇത് വെട്ടിക്കൊണ്ടിരിക്കുകയാണ്. അടുത്ത് തന്നെ നമുക്ക് ചോദിക്കുക ഇതിൻ്റെ കാര്യങ്ങൾ. ഇതിപ്പോൾ എന്താ ചെയ്യാൻ പോവാണ് അമ്മമ്മ? ഇത് കൂവക്കിഴങ്ങാണ്. ഇത് പുഴുങ്ങി തിന്നാം, മുറിച്ചിട്ട് പുഴുങ്ങി തിന്നാം. ഇത് വട്ടം വെട്ടി ഉണക്കി പൊടിച്ച കൊച്ചുങ്ങൾക്ക് കൂവപ്പൊടിയായിട്ട് വരും. കൂവപ്പൊടി കാച്ചി കൊടുക്കാൻ പറ്റാണ്. എത്ര പ്രായമുള്ള കുട്ടികൾക്കാണ് കൊടുക്കുന്നത്? എല്ലാവർക്കും കുടിക്കാം. എന്നാലും പൊടി കുഞ്ഞുങ്ങൾക്കാണ് കൂവപ്പൊടി കാച്ചി കൊടുക്കുന്ന. വയറിളക്കത്തിന്, ക്ഷീണത്തിന് ഇതൊക്കെ അങ്ങനെയാണോ കൊടുക്കുന്നത്? അല്ലാതെ കുറുക്ക് പോലെയല്ല? കുറുക്ക് അത് തന്നെ പാലൊഴിച്ച് കാച്ചി കുറുക്കി കൊടുക്കും. ഡെയിലി കൊടുക്കാമോ അതാ? ഇത് നമുക്കിത് പുഴുങ്ങി തിന്നാം. ഇതിപ്പോൾ ഞാൻ പുഴുങ്ങാനെ കൊണ്ടാണ്. അല്ലെങ്കിൽ നമുക്കിത് ഉണക്കി പൊടിച്ച് വെച്ചിരുന്ന് കുട്ടികൾക്ക് പാലിൽ ചേർത്ത് കൊടുക്കാനും നല്ലതാണ് കേട്ടോ. ഉണക്കി പൊടിച്ച് അതിൻ്റെ കടകളിൽ നിന്ന് മേടിക്കാൻ കിട്ടുമല്ലോ കൂവപ്പൊടി. കവറിൽ വരും. ഞാൻ അങ്ങോട്ട് മുറിച്ചിട്ട് പുഴുങ്ങും. അങ്ങോട്ട് മുറിച്ചിട്ട് പുഴുങ്ങിയിട്ട് കഷ്ടാണ് പറക്കി തിന്നാൻ. ഇതിൻ്റെ വെറുതെ എങ്ങനെ അങ്ങ് കഴിച്ചാൽ നമുക്കിത് മുളക് ചമ്മന്തി അങ്ങനെ എന്തെങ്കിലും വേണം? ഒന്നും വേണ്ട, വെറുതെ ഞാൻ കഴിക്കാം. അമ്മാമ്മ ദാണ്ട് ഇത്രയും ഇപ്പോൾ വെട്ടി വെച്ചിട്ടുണ്ട്. അപ്പോൾ ചീനി പോലെ തന്നെയാണ് നമുക്ക് തോന്നുന്നതെങ്കിലും ഇതിൻ്റെ ടേസ്റ്റ് എങ്ങനെയാണെന്ന് എനിക്ക് അറിയത്തില്ല. നമുക്ക് ഇത് പുഴുങ്ങിയിട്ട് കഴിച്ച് നോക്കിയിട്ട് പറയാം. അപ്പോൾ അമ്മാമ്മ ഇത് എന്തായാലും വെട്ടി കഴിയാറായി. എന്നിട്ട് നമുക്ക് വേവിക്കാം കേട്ടോ. വേവിച്ചിട്ട് ഇതെന്താണെന്നുള്ളത് നമുക്ക് ഞാൻ പറയാം കേട്ടോ. അപ്പം അമ്മാമ്മ വെട്ടിയിടുക അങ്ങോട്ട്. ചെറിയ നാരുണ്ട്, ചവച്ച് തുപ്പിയാൽ മതി. പച്ചയ്ക്ക് തിന്നാവോ? പച്ചയ്ക്ക് തിന്നാൻ. എന്നാൽ പച്ചയ്ക്ക് ഒന്ന് എടുത്ത് നോക്കട്ടെ. അതിനകത്തുനിന്ന് ഒരെണ്ണം വെട്ടിത്താ, മണ്ണില്ലാതെ ഒരെണ്ണം തിന്നോക്കട്ടെ. ഇത്രയും വേണ്ടായിരുന്നു, കുറച്ച് മതിയായിരുന്നു. എന്നാൽ ഞാൻ എടുത്തിട്ടുണ്ട് കേട്ടോ. ഇത് ഒരു ചെറുത് വെച്ചപ്പോൾ ഒരു വലുതാണ് തന്നത്. ചീനി പോലെ അല്ലാത്തതുകൊണ്ടൊരു ചീനിയൊക്കെ ഞാൻ പച്ചയ്ക്ക് തിന്നാറുണ്ട്. ഇത് തിന്ന് നോക്കട്ടെ. കുഴപ്പമില്ല, വലിയ ടേസ്റ്റ് ഒന്നും ഇല്ല. കരിമ്പ് ചവയ്ക്കുമ്പം നാര് വരുന്ന കണക്കാം. നമ്മൾ ഇറങ്ങിപ്പോകത്തില്ല, നാര് വരും. അപ്പം അത് നമ്മൾ തുപ്പിക്കളയണമെന്നാണ് അമ്മ പറയുന്നത്. ഇത് കൊള്ളാം കേട്ടോ. ഒരു മണമുണ്ട് ഇതിന് കഴിക്കുമ്പം. ഇഞ്ചിയുടെ ആണോ മഞ്ഞൾ പോലെയാണ് അതൊരു മണം. അതെന്താ ഇതിൻ്റെ ഒരു മണമുണ്ട്, ചെവയൊന്നുമില്ല. കൊള്ളാം, കഴിക്കാം. നമുക്കതിന് അമ്മാമ്മ ഇത് വെട്ടി കഴിഞ്ഞിട്ട് അത് വേവിച്ചിട്ട് അതിൻ്റെ ടേസ്റ്റ് എന്താണെന്ന് നോക്കാം. അതിപ്പോൾ ഉപ്പും കാന്താരി ചമ്മന്തി ഒന്നും വേണ്ടെന്നാണ് അമ്മ പറയുന്നത്, അല്ലാതെ തന്നെ കഴിക്കാമെന്നാണ് പറയുന്നത്. നമുക്കല്ലാതെ കഴിച്ചു നോക്കാം. അമ്മമ്മ വെട്ടി തീരുമ്പോൾ നമുക്ക് അടുപ്പിലോട്ട് വയ്ക്കും. ഇനി ഇത് പുഴുങ്ങി കഴിഞ്ഞിട്ട്
കാണിക്കാം. ഓക്കെ, അങ്ങനെ ഇത് കണ്ട് വെട്ടി കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ നോക്കി ഇത്രയുണ്ട്, കണ്ടോ, ഇത്രയുണ്ട്. നമുക്കിത് ഇനിയൊന്ന് കൊണ്ടുപോയി പുഴുങ്ങാം. പോയി പുഴുങ്ങിയിട്ട് തരാം. ഓക്കെ, പുഴുങ്ങിയിട്ട് വന്നിട്ട് ഇതിൻ്റെ ടേസ്റ്റ് എന്താണെന്ന് കൂടി നോക്കട്ടെ. ഇനി നല്ലപോലെ 2-3 വെള്ളത്തിൽ കഴുകും. കഴുകി നമുക്ക് അടുപ്പിൽ വെച്ച് വേവിക്കാം. അമ്മമ്മ പറഞ്ഞത് കുക്കറിൽ വെച്ച് വേവിക്കാനാണ് പറഞ്ഞത്. പക്ഷേ കുക്കറിൽ വെച്ച് വേവിക്കാൻ തോന്നുള്ളതുകൊണ്ട് എൻ്റെ മനസ്സ് അനുവദിക്കുന്നില്ല. അപ്പോൾ നമുക്ക് അടുപ്പിലിട്ട് വെച്ചാൽ വേവിക്കാം. അടുപ്പിൽ വേവിക്കുന്നത് കാണിക്കുന്നില്ല കേട്ടോ. അപ്പോൾ അത് കുറച്ച് സമയമെടുക്കും. നമുക്ക് ആദ്യം കഴുകിയിട്ട് പാത്രത്തിലോട്ട് വെക്കാം. അത് 3 വെള്ളത്തിലെങ്കിലും കഴുകാം കേട്ടോ. നിങ്ങളുടെ നാട്ടിലൊക്കെ ഇതുണ്ടെങ്കിൽ നിങ്ങളിത് എങ്ങനെയാണ് ഉപയോഗിക്കുന്നതെന്നും നിങ്ങളിങ്ങനെ കഴിക്കാറുണ്ടോ, കുഞ്ഞിയാണോ കഴിക്കുന്നതെന്നൊക്കെ ഉള്ളത് കമൻറ്റ് ഇട്ട് തരണം കേട്ടോ. കമൻറ്റ് ആരും ഇടാറില്ല പൊതുവെ. ഇപ്പോൾ നമ്മളൊരു വീഡിയോ ഇട്ടാലും കമൻറ്റ് ഇടുന്നത് കുറവാണ്. ലൈക്ക് ഒക്കെയാണ് കിട്ടാറുള്ളത്. കമൻറ്റ് ഇട്ടിരുന്നെങ്കിൽ നിങ്ങളുടെ അഭിപ്രായമൊക്കെ അറിയാമായിരുന്നു. എങ്ങനെയാണ് നിങ്ങളുടെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമാകുന്നുണ്ടോ എന്നൊക്കെ. കമൻറ്റ് കുറവാണ്. അപ്പോൾ ഇതിനെ കുറിച്ചിട്ട് ലോങ് വീഡിയോക്ക് കമൻറ്റ് കുറവാണ്. അപ്പോൾ ഇതിനെ കുറിച്ചൊക്കെ പുതിയ അറിവായിരിക്കും. അപ്പം നിങ്ങളിലുള്ള അറിവ് നമുക്ക് കിട്ടിയാലും അത് നല്ലതല്ലേ, ഇതിനെക്കുറിച്ചൊക്കെ അറിയാൻ പറ്റും. അപ്പോൾ അതിൻ്റെ 2-ാമത്തെ വെള്ളത്തിൽ കഴുകാം കേട്ടോ. അടുപ്പിൽ തീ നമ്മൾ റെഡിയാക്കിയിട്ടുണ്ട്. ഇനി കഴുകി അടുപ്പിലോട്ട് വെച്ചാൽ മതി. കഴുകിച്ചിട്ട് വരാം. ഇനി കൂവക്കിഴങ്ങ് നമ്മളിപ്പോൾ വേവിച്ച് കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. അപ്പം നമ്മൾ നല്ല ചൂടാണ്. അപ്പം ഇത് തിന്ന് നോക്കാം. ഇത് നല്ല കട്ടിയാണ് കേട്ടോ. ഒന്ന് തിന്ന് നോക്കാം. അങ്ങനെ എടുത്തിട്ടുണ്ട്. ചൂടുണ്ട് ചെറിയ. കൊള്ളാം. നമ്മള് അളിച്ചെടുത്ത് വരെ പച്ചക്ക് തന്നെയായിരുന്നു. ഇതിന് മറ്റേ ചുവന്ന മധുരമുള്ള കിഴങ്ങുണ്ടല്ലോ, ഇതിന് രണ്ടിനൊന്നും വളമൊന്നും ഇടണ്ട. എവിടെയെങ്കിലും കൊള്ളാവോ? അല്ല അതുകൊണ്ട് തല ചെവിട് മുറിയുണ്ട്. അതിന് ഭയങ്കര നാരാണ്. സൂപ്പർ. തലപ്പോ അത് അതിനുണ്ട് വേവുമല്ലോ. 4 പിസിലാണ് എല്ലാ തട്ടിയിട്ടോണ്ട് അപ്പോഴും ഇറച്ചിക്ക് സഹിതം. അങ്ങനെ എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. അങ്ങനെ നിങ്ങളും ഇതുപോലുള്ള കാര്യങ്ങളൊക്കെ വെച്ച് കഴിച്ചിട്ടുണ്ടെങ്കിൽ അത് കമൻറ്റ് ബോക്സിൽ ഇടുക. പിന്നെ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. ഞങ്ങളുടെ ചാനൽ ഇഷ്ടപ്പെട്ടെങ്കിൽ അത് ഷെയർ ചെയ്യാനും മറക്കരുത്. അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരുന്നതായിരിക്കും. ഓക്കെ, ബായ്.